ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവവികാസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വരവായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്താണ് എന്ന ചോദ്യമാണ് അമിത്ഷായുടെ വരവോടുകൂടി സജീവമാകുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഒരുങ്ങാൻ തയ്യാറെടുക്കുകയാണ് ബിജെപി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വരവോടെ മിഷൻ 2026 തുടക്കമാകുന്നു. അമിത്ഷായുടെ വരവിന് തലേ ദിവസമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുതിയ ടീം പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാന ബിജെപിയിൽ ഐക്യം നിലനിർത്തണമെന്ന സന്ദേശം നൽകുന്നതായിരുന്നു ഇന്നത്തെ അമിത്ഷായുടെ പ്രസംഗം. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ വേദിയിൽ അഭിനന്ദിക്കുകയും കയ്യടി നൽകാൻ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്തു അമിത്ഷാ. जिन्होंने अभी गत टर्म में केरल के अध्यक्ष पद का बहुत अच्छे से दायित्व निर्वहन किया, जोर से ताली बजाइएगा श्री के सुरेंद्रन के लिए, जिन्होंने पार्टी के अध्यक्ष पद को लास्ट टर्म में संभाला. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ആർ റോഷിപാൽ, ഇന്നലെ ഭാരവാഹി പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി മറഞ്ഞതിൽ അസ്വാരസ്യങ്ങളുണ്ട് എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ അമിത്ഷാ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രശ്നങ്ങളെയെല്ലാം മൂടോടെ പിഴുതെറിയാൻ പ്രസംഗത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നതല്ലേ നമ്മൾ കണ്ടത്? പ്രസംഗവും പ്രവൃത്തിയും ഒപ്പം കൊടുത്ത സന്ദേശവും അത് കൃത്യമായ മുന്നറിയിപ്പല്ലേ റോഷിപാൽ? അസ്മിയ പാർവതി, പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ തന്നെ മുരളീധര പക്ഷത്തിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. ആ അസംതൃപ്തി കൂടിയാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഡ്രസ് ചെയ്തത്. അവിടെ കെ സുരേന്ദ്രൻ മുൻ സംസ്ഥാന അധ്യക്ഷന് കയ്യടി നൽകണമെന്ന പ്രവർത്തകരോട് നിർദ്ദേശം നൽകുമ്പോൾ കൃത്യമായ സന്ദേശമാണ്, എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകണമെന്ന സന്ദേശമാണ് പുതിയ നേതൃത്വത്തിന് നൽകുന്നത്. ഐക്യത്തോടെ മുന്നോട്ട് പോകണം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി ബിജെപിയെ മാറ്റണമെങ്കിൽ ഐക്യം പാർട്ടിക്കകത്ത് ഉണ്ടാകണം എന്ന ഒരു സന്ദേശമാണ് അമിത്ഷാ നൽകുന്നത്. കേന്ദ്ര നേതൃത്വത്തിന് എല്ലാ നേതാക്കളെയും ഒരുപോലെ കാണും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായി ഇന്നത്തെ അമിത്ഷായുടെ പ്രസംഗം മാറിയിട്ടുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ ബിജെപി സംസ്ഥാന ദേശീയ നേതൃത്വം കേരളത്തിൽ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പരിപാടി നടന്നത്. ആ പരിപാടിയുടെ വേദിയിലാണ് അസംതൃപ്തരായ വിഭാഗത്തെ കൂടി അമിത്ഷാ അഡ്രസ് ചെയ്തത്. അതിനുശേഷം ഇന്ന് നേതൃയോഗവും ചേരുന്നു. ആ നേതൃയോഗത്തിലും തീരുമാനങ്ങൾ കൂട്ടായി എടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് അമിത്ഷാ. പ്രസിഡന്റുമായി ഈ മന്ദിരത്തിന്റെ, അതായത് സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിക്കുന്നു, RSS നേതാക്കളുമായി സംസാരിക്കുന്നു. അതിനുശേഷം വാർഡ് തല നേതൃയോഗത്തിന് തൊട്ടുപിന്നാലെ ചേരുന്ന നേതൃയോഗത്തിനും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അതായത് സംസ്ഥാനത്ത് ഒറ്റക്കെട്ടായി പോകണം, കേന്ദ്ര ഇടപെടൽ അതല്ലെങ്കിൽ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ അത് റോഷിപാൽ? സുജ, തീർച്ചയായും ഇന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് നേരെ സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസിലിരുന്ന അമിത്ഷാ അധ്യക്ഷനൊപ്പം തന്നെ അവിടെ RSSന്റെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി. ഏതാണ്ട് 15 മിനിറ്റോളം RSSന്റെ നേതാക്കളുമായി സംസാരിച്ചു. അതിനുശേഷമാണ് ഇന്ന് ഈ നേതൃസംഗമത്തിലേക്ക് അമിത്ഷാ പോയത്. അതിനുശേഷമാണ് കോർ കമ്മിറ്റി യോഗം നടന്നത്. കോർ കമ്മിറ്റി യോഗത്തിൽ ഐക്യത്തിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞത്. മാത്രവുമല്ല, ഈ അസംതൃപ്തരായ അല്ലെങ്കിൽ മുൻ അധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവരെ അവർ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണം, അവരുടെ അഭിപ്രായം തരണം. ഓരോ പരിപാടി ആലോചിക്കുമ്പോഴും അവരുടെ അഭിപ്രായം തരണം. ഉപാധ്യക്ഷന്മാരെയും കൃത്യമായി പരിഗണിക്കണം എന്ന കർശന നിർദ്ദേശം അമിത്ഷാ നൽകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇങ്ങനെ സംസ്ഥാന നേതൃത്വത്തിന് ഇങ്ങനെ ഏറ്റവും മുതിർന്ന രാജ്യത്തെ ബിജെപിയുടെ ഒരു നേതാവ് കർശനമായി നിർദ്ദേശം നൽകുന്നത് ആദ്യമായിട്ടായിരിക്കാം. അങ്ങനെ നിർദ്ദേശം നൽകാനുള്ള കാരണം സംസ്ഥാനത്തെ മുതിർന്ന ബിജെപിയുടെ നേതാക്കൾക്ക് അസംതൃപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തൽ കൂടെ ദേശീയ നേതൃത്വത്തിനുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും നിർണായകമായ ഈ അവസരത്തെ സുവർണാവസരമായി തന്നെയാണ് ബിജെപി നേതൃത്വം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുത്തത്. വ്യക്തമാണ്. ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കേരളം പിടിക്കാൻ 2026 തയ്യാറെടുക്കാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ.